ധ്യാനിച്ചുകൊണ്ടിരുന്ന ദൈവിക വചനം എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യമാണ്. ആ വാക്യം ദയവായി ആത്മാവിൽ വായിച്ചാട്ടെ. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളവർ തന്നെ. വളരെ ഡീപ്പായിട്ടുള്ള റെവലേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ട് ഇതൊരു സീരീസ് ഓഫ് സ്റ്റഡീസ് ആയതുകൊണ്ട് ഈ 6-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവിൽ വിശുദ്ധ പൗലോസ് ലീഗ നടത്തുന്ന ഒരു അനുഗ്രഹത്തിന്റെ വിളംബരമാണ്. The announcement of the promise. പത്രോസിന്റെ ലേഖനം 2-ാമത്തെ ലേഖനം 2 Peter chapter 1 verses 3 and 4 നമ്മൾ ഓൾറെഡി ദിവസങ്ങൾ എടുത്ത് പഠിച്ചതാണ്. പൗലോസ് ലീഗ വാഗ്ദത്തങ്ങളെ പറ്റി പറയുന്നത് അതിമഹത്തായതും വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ. ഈ 6-ാമത്തെ വാക്യത്തിൽ ഒരു ദൈവ പൈതലിന് ലഭിച്ച ദൈവിക സ്വർഗീയ നന്മകളെ പറ്റി ഒരു മർമ്മം, തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരു മർമ്മമാ പറയുന്നത്. ജാതികൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി. നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ വാക്കുകളാണ്. ഏക ശരീരസ്ഥരായി, we became the same body. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളായി തീർന്നു. 2-ാമത്തെ വെളിപ്പാട് നാം മനസ്സിലാക്കി. നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ ശരീരമായി മാറി. വീണ്ടെടുക്കപ്പെട്ട ശരീരം യേശുവിൻ്റെതാണെന്ന് നാം മനസ്സിലാക്കി. 3-ാമത്തെ വാക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വാഗ്ദത്തത്തിൽ പങ്കാളികളായി. Hallelujah. We became the partakers of the divine promises. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 6-ാമത്തെ വാക്യം അനുഗ്രഹത്തിന്റെ ഒരു വിളംബരമാണ്. We have exceedingly great promises. വിലയേറിയതും അതിമഹത്തായതുമായ വാഗ്ദത്തങ്ങൾ. ആ പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ വായിക്കാം. നിങ്ങൾ മറന്നുപോയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായതുമായ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ഏവയാൽ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ ദിവ്യശക്തിയാൽ, ദൈവത്തിന്റെ മഹത്വത്താൽ, ദൈവത്തിന്റെ വീര്യത്താൽ നമുക്ക് വേണ്ടുന്നതെല്ലാം കരുതിയിരിക്കുന്നു എന്നാ വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് എ കമ്മിങ് വേൾഡ്. വരുവാനുള്ള ലോകത്തിൽ കരുതുമെന്നല്ല പറഞ്ഞത്, കരുതിയിരിക്കുന്നു. എപ്പൻഗമ എന്ന ഗ്രീക്ക് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ റിയൽ മീനിങ് എന്താണെന്ന് അറിയാമോ ദൈവമക്കളെ? ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ചെക്ക്. അതൊരു ഉറപ്പാണ്. അതിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ളതാണ്. നിറവേറുവാനിരിക്കുന്ന ഒരു കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, നിറവേറിയിരിക്കുന്ന കാര്യമാണ്. ഇനി നിറവേറുവാനുള്ള വാഗ്ദത്തങ്ങൾ, നിറവേറിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ, അതിന്റെ ഉറപ്പാകയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിറവേറിയ വാഗ്ദത്തങ്ങൾ കണ്ടുകൊണ്ട് സ്തോത്രം പറയുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളം, കഴിഞ്ഞ കാലങ്ങളിലെ നിറവേറിയ വാഗ്ദത്തങ്ങൾ ഇനിയും എന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റി തരുന്ന ശക്തനായ ഒരു ദൈവത്തിന്റെ കരസ്പർശനമായിരുന്നുവെന്ന് ആമേൻ ഇന്ന് രാത്രി ആത്മാവിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ പാടാറില്ലേ, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറത്തില്ല. ഇറ്റ് ഈസ് എ ഡിപ്പോസിറ്റ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവക്കുള്ള നിക്ഷേപമാണ് വാഗ്ദത്തങ്ങൾ. അതാ പാട്ടുകാരൻ പറയുന്നത്, ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ആമേൻ, ഹല്ലേലൂയ. ഉള്ളം കരത്തിൽ വഹിക്കുന്നവൻ ഉർവിക്ക് അതീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഞാൻ ആ
വാഗ്ദത്തങ്ങളുടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് ഒരിക്കൽ കൂടെ ഞാൻ ആത്മാവിൽ പറയാം. പുതുതായി ജോയിൻ ചെയ്തവർക്ക് 2020 ഓഗസ്റ്റ് മാസം 14 നീ തകർന്നു പോകുമെന്ന് പറയുന്ന ശത്രുവിനോട് പറയണം, പിശാചേ, നിനക്കെന്നെ തകർക്കാൻ പറ്റില്ല. എനിക്ക് അതിമഹത്തായതും ശ്രേഷ്ഠമായതുമായ വിലയേറിയതുമായ വാഗ്ദത്തങ്ങളുണ്ട്. 2025 ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മയുണ്ട്. ആ നന്മ കാണാതെ, ആ വാഗ്ദത്തം ഞാൻ പ്രാപിക്കാതെ, ആമേൻ, ലോകത്തിന് എന്നെ തൊടുവാൻ പറ്റത്തില്ല. മരണത്തിന് എന്നെ കാണുവാൻ പറ്റത്തില്ല. ശിമയ്ക്ക് പറയാൻ പറ്റും, മരണം കാണാതെ എന്നെ മറച്ചിരിക്കുന്ന ഒരു വാഗ്ദത്തത്തിന്റെ ബലമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മരണഭയത്തിൽ, രോഗത്തിന്റെ ഭയത്തിൽ, ഏതെങ്കിലും പ്രത്യേകമായ വിഷയത്തിൽ ഭാരപ്പെട്ടു വന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള കാര്യം ഇതാണ്: വാഗ്ദത്തം നിനക്കുള്ളത് കൊണ്ട്. പൗലോസ് അതിനെ എടുത്തു പറയുന്നത്, വാഗ്ദത്തം നമ്മുടെ തലമുറയ്ക്ക്, നമുക്കും നമ്മുടെ തലമുറയ്ക്കുമുണ്ട്. എന്റെ വ്യക്തിപരമായ ചിന്തയിൽ, ജിജി ആന്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പാസ്റ്ററിന്റെ തോട്ടില് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട തോട്ടായിരുന്നു 1 Samuel chapter 2 verse 30. ആ വാക്യം ഇങ്ങനെയാ, അതിശക്തമായ ഒരു വാഗ്ദത്തമാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. അത് ഒരു ഡിമാൻഡിങ് അല്ലെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. സ്തോത്രം. ലോകത്തിന്റെ മാനം നോക്കി നിൽക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ലോകത്തിന്റെ മാനമെല്ലാം ആമേൻ ഇലവാടുന്നത് പോലെ വാടിപ്പോകുന്ന കിരീടമാ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന മാനവും പുകഴ്ചയും, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, അത് വാടിപ്പോകാത്തതാണ്, അത് നിത്യമായതാണ്. ഇവിടുത്തെ വീരചക്രമോ വീരപരമചക്രമോ ഒക്കെ കിട്ടിയാലും മരണശേഷമേ അവർ പലതും തരുത്തുള്ളൂ. മരിച്ചുപോയവൻ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്നാൽ സ്വർഗം ഇന്ന് രാത്രി പറയുക, നീ എവിടെ നിന്ദിക്കപ്പെട്ടുവോ, എവിടെ അപമാനിക്കപ്പെട്ടുവോ, അവിടെ നിന്റെ വാഗ്ദത്തം നിന്നെ ഉയർത്തും. ശ്രദ്ധിക്കണേ ദൈവമക്കളെ. അവൻ ജോസഫ് എന്ന ഒരു ചെറുപ്പക്കാരന് വാഗ്ദത്തം ദൈവം കൊടുത്തു. അവന് വാഗ്ദത്തം ദൈവം കൊടുത്തത് സ്വപ്നമായിട്ടാ. ആ സ്വപ്നത്തെ ദൈവം വാഗ്ദത്തമാക്കി മാറ്റി. ജോസഫ് ആ വാഗ്ദത്തത്തിന് വേണ്ടി വലിയ വില കൊടുക്കേണ്ട വന്നു. ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട വന്നു. ഒന്ന്, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. വാഗ്ദത്തത്തിന് വേണ്ടി നീ വില കൊടുക്കേണ്ട വരും. ആ വാഗ്ദത്തത്തിന്റെ മുമ്പിൽ എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞിരിക്കും. എല്ലാവരും നിന്നെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും. ഇന്ന് രാത്രി ആത്മാവിനോട് തുന്നു പറയട്ടെ, 2 പ്രാവശ്യം ജോസഫിന്റെ വസ്ത്രം ജോസഫിന് നഷ്ടപ്പെട്ടു. 2 പ്രാവശ്യം ജോസഫിന്റെ വസ്ത്രം നഷ്ടപ്പെടുമ്പോൾ ആരും അറിയാതെ, ആരും, ജോസഫ് പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ സ്വപ്നം കാണിച്ചവൻ ജോസഫിന് വേണ്ടിയുള്ള സ്വർണ്ണക്കുപ്പായത്തെ നെയ്യിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആരും നിന്നെ മാനിച്ചില്ലെങ്കിലും നിന്റെ വാഗ്ദത്തം നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് വേണ്ടി കഴുകുമരം ഒരുക്കിയവന്റെ തലയ്ക്ക് മീതെ നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവകരം നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്നെ കൂടെ ചേർത്തോണ്ടാണ് ഞാൻ പറയുന്നത്. മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ശുശ്രൂഷയ്ക്ക് കൂച്ചുവിലങ്ങിടുവാൻ, ആമേൻ, വായടപ്പിച്ചു കളയുവാൻ, എല്ലാത്തെയും അവസാനിപ്പിച്ചു കളയുന്നത് വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുന്ന വെല്ലുവിളി ശക്തികളുടെ മുമ്പിൽ ആത്മാവിൽ വിളിച്ചു പറ, വാഗ്ദത്തം എന്റെ തലമുറയ്ക്കുണ്ട്, എനിക്ക് മീതെയുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ലോകം നമ്മളെ പറ്റി എന്തോ പറയുന്നു, ഡസന്റ് മാറ്റർ. നമ്മൾ അതിനെ, ചിലർ അതിന്റെ പിന്നാലെയല്ലോ. അവരുടെ what people says about what is the opinion. Hallelujah. See, we are not people satisfiers. ആൾക്കാരെ അവരെന്തോ പറ്റി എന്നെ പറ്റി പറയും, അതിൽ ജീവിതം അവസാനിപ്പിക്കരുത് കേട്ടോ. ലോകത്തിന്റെ മാന്യതയ്ക്ക് വേണ്ടി നിൽക്കരുത്. കർത്താവ് പറയാ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വ്യവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ മാനിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിവെച്ചാട്ടെ, ശ്രദ്ധിച്ചാട്ടെ. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ മേൽ ചൊരിയപ്പെട്ട മറ്റൊരു വാഗ്ദത്തം. 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് തന്റെ പ്രാർത്ഥനയെങ്കിൽ ഒരു മഹത്തരമായ ഒരു മറുപടി ലഭിച്ചു. എന്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അത് ചെറുപ്പകാലങ്ങളിൽ ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരുടെ ഈ പ്രസംഗങ്ങൾ കേട്ടും പല കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്തോ ഒരു പൊരുത്തക്കേടുള്ള ഒരു മറുപടി കിട്ടിയതുപോലെ നമുക്ക് തോന്നാം. പക്ഷെ ദൈവജനമേ, അവൻ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നതിലേക്കും ദൈവം നൽകിക്കൊടുത്തതിലേക്കും ഏറ്റവും ഉദാത്തമായ, ഏറ്റവും അഗ്രഗണ്യമായ ഒരു മറുപടിയാണ്
പൗലോസിന് ലഭിച്ചത് മറ്റൊന്നുമല്ല. അവൻ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സോ പൗലോസിന്റെ മേൽ പകരപ്പെട്ട കൃപയ്ക്കകത്തൊരു സീക്രട്ട് ഉണ്ടായിരുന്നു. ബലഹീനതയ്ക്കകത്ത് തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ദൈവമക്കളുടെ ആത്മാവിൽ ഞാൻ ദൂരം പറയാം. നിന്റെ രോഗം അവിടെ ഇരിക്കട്ടെ, നിന്റെ പ്രതികൂലം അവിടെ ഇരിക്കട്ടെ, നിന്റെ പ്രതിസന്ധി അവിടെ ഇരിക്കട്ടെ, നിന്റെ ശൂലം അവിടെ ഇരിക്കട്ടെ, നിന്റെ നിന്ന അവിടെ ഇരിക്കട്ടെ. അത് ഇരിക്കുമ്പോ തന്നെ അതിനെ ഒന്നുമല്ലാതാക്കി കളയുന്ന, അതിനെ നള്ളിഫൈ ചെയ്യുന്ന, അതിനെ നിർവീര്യമാക്കി കളയുന്ന ഒരു ആത്മമണ്ഡലത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. ആനയെ കൊതുകടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും പിന്നീട് നിനക്ക് പ്രശ്നങ്ങളെന്ന ആത്മാവിൽ ദൂത് പറയുന്നത്. സ്തോത്രം. ക്രിസ്തുവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ക്രിസ്തുവിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വൈതരണികൾ അഭിമുഖീകരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം ഇന്ന് രാത്രി നിന്നോട് പറയാ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ഹല്ലേലൂയ. എന്തോ എന്റെ ചെറുപ്പകാലങ്ങളിൽ മഞ്ഞപ്പെയിന്റ് അടിച്ചു വരുന്ന ലോറികളുടെ ബാക്കിൽ എഴുതിയിരുന്ന ഈ വാക്യം വചനത്തിലെ മാറ്റമില്ലാത്തൊരു ദൈവിക വാഗ്ദത്തമാണെന്ന് മനസ്സിലാക്കുവാൻ കാലഘട്ടങ്ങൾ എടുത്തെങ്കിലും ഇന്ന് രാത്രി ആത്മാവിൽ ചങ്കൂറ്റത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ കൃപ നമ്മുടെ തലമുറകളുടെ മേലുണ്ട്, ദൈവത്തിന്റെ കൃപ നമ്മുടെ ആരോഗ്യത്തിന്റെ മേലുണ്ട്, ദൈവത്തിന്റെ കൃപ നമ്മുടെ കുടുംബജീവിതത്തിന്റെ മേലുണ്ട്, ദൈവത്തിന്റെ കൃപ നമ്മുടെ ശുശ്രൂഷകളുടെ മേലുണ്ട്. അതോർത്ത് ഏറ്റെടുത്ത് ആമേൻ പറയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ കൃപയെ ദൈവം ആളമില്ലാതെ നമ്മുടെ മേൽ പകരുന്നു. Hallelujah. So the Bible says we are the partakers of divine promises. നമ്മളെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ എന്തൊക്കെ വാഗ്ദത്തങ്ങളുണ്ടോ ആ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ മേൽ പകരപ്പെട്ടു. ദൈവം വചനത്തിൽ ഒരു വാക്യമുണ്ട്, 2 കൊരിന്ത്യർ 1-ാം-അധ്യായം 20-ാമത്തെ അതൊന്നും വായിച്ചില്ലെങ്കിൽ എന്റെ ഈ മെസ്സേജ് പൂർണ്ണമാകത്തില്ല. ഇതൊരു സന്ദേശമല്ല, ഇതിനെ നിങ്ങൾക്കൊരു ധ്യാനമായിട്ടൊക്കെ എടുക്കാം. സമയം 1 മണിക്കൂറേ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സ്പീഡിൽ പറയുന്നത്. ഞാൻ ഇച്ചിരൂടെ സ്ലോ ആക്കി പറയാൻ ശ്രമിക്കാം. 2 Corinthians chapter 1:20 ഒന്ന് വായിക്കാം മക്കളെ. 2 കൊരിന്ത്യർ 1-ാം-അധ്യായം 20-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നുമാണ്. ദൈവമക്കളെ ഇന്ന് ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഈ വാഗ്ദത്തത്തിന്റെ ഒരു പ്രത്യേകത, ദൈവവചനം പറയാം, if God says it is yes and amen. പ്രവാചകന്മാര് പറഞ്ഞ മാറ്റി പറഞ്ഞേക്കാം, അയ്യോ അങ്ങനെ ആയിരുന്നില്ലേ ഇങ്ങനെയായിരുന്നില്ലേ എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ദൈവം അതിനെ മാറ്റി പറയില്ല. That is our fuel. അതാണ് നമ്മുടെ കരുത്ത്, അതാണ് നമ്മുടെ അടിസ്ഥാനം, അതാണ് നമ്മുടെ ഉറപ്പ്. വാഗ്ദത്തം, ഹല്ലേലൂയ, സ്തോത്രം, അത് യെസ് എന്നും ആമേൻ എന്നുമാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഏതുകൊണ്ട്? ഈ വാഗ്ദത്തങ്ങൾ കൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ്. ഈ വാഗ്ദത്തം ദൈവം നമുക്ക് വേണ്ടി എന്തിനാ ഷെയർ ചെയ്തത്? That is what Ephesians chapter 3:6 says. Jesus shared his promises and we became the fellow partakers of the promises in Jesus Christ. യെശയ്യാവിൽ കർത്താവിനെ പറ്റി വാഗ്ദത്തങ്ങളുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളിൽ മുഴുവനും കർത്താവിനെ പറ്റി വാഗ്ദത്തമുണ്ട്. ഇമ്മാനുവലിനെ പറ്റി വാഗ്ദത്തമുണ്ട്. ഈ ഇമ്മാനുവലിന് കിട്ടിയ വാഗ്ദത്തം എന്തിനാ ജെയിംസിന് തന്നത്? എന്തിനാ ആമേൻ സാധുക്കളായ നമ്മുടെ മേൽ ദൈവം പകർന്നു തന്നത്? ഇവിടെ അതിന്റെ സീക്രട്ട് ഉണ്ട്. ദൈവത്തിന്റെ മഹത്വമായിട്ട് നമ്മൾ മാറണം. ദൈവത്തിന്റെ മഹത്വമായി ഞാൻ മാറുവാൻ വേണ്ടിയാണ് ഈ വാഗ്ദത്തങ്ങൾ എന്റെ മേൽ പകർന്നത്. ഇന്ന് രാത്രി പറ, എന്തിനാ കർത്താവ് എന്റെ മേൽ വാഗ്ദത്തം തന്നത്? ഞാൻ ദൈവത്തിന്റെ മഹത്വമായി മാറാൻ, to become the glory of God. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പറ, ദൈവം എനിക്ക് വാഗ്ദത്തം തന്നത് എന്റെ കുഞ്ഞിനെ അമേരിക്ക വിടാൻ മാത്രമല്ല, എന്റെ പാസ്പോർട്ടിൽ രാജ്യങ്ങളുടെ വീസ സ്റ്റാമ്പ് ചെയ്യാൻ മാത്രമല്ല. അതെല്ലാം വാഗ്ദത്തമായി ഇരുന്നോട്ടെ, അതെല്ലാം സ്വർഗം നിറവേറും. അത് ദൈവത്തിനൊരു വിഷയമേ ഉള്ള കാര്യമല്ല. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, നീ ദൈവത്തിന്റെ മഹത്വമായി തീരുവാൻ വേണ്ടിയാണ്
ദൈവം തന്റെ വാഗ്ദത്തത്തെ നമ്മുടെ മേൽ പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനത്തിലെ പ്രധാനപ്പെട്ട ചില വാഗ്ദത്തങ്ങളെ ഒന്ന് എടുത്തു പറഞ്ഞിട്ട് നമുക്ക് ധ്യാനിച്ചു പ്രാർത്ഥിക്കാം. ഇത് ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതെല്ലാം ഊവേ ഊവേ എന്നാണ്. കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റി എഴുതുന്നതല്ല ദൈവത്തിന്റെ വാഗ്ദത്തം. ഞാൻ പറയട്ടെ, ഈ ഒരു ദൂതും കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഹല്ലേലൂയ, ആമേൻ. ഇരട്ടി അഭിഷേകത്തിന് വേണ്ടി, അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കിന് വേണ്ടി പഴയ നിയമത്തിൽ ഒരു പ്രവാചകന്റെ പിന്നാലെ ഓടിയ നല്ലൊരു ചെറുപ്പക്കാരൻ ഏലീശ തന്റെ മരണത്തിന് ശേഷം തന്റെ അസ്ഥിപഞ്ജരങ്ങളുടെ മേൽ തൊട്ട ഒരു ഡെഡ് ബോഡി എഴുന്നേറ്റ് നിന്നു. ആമേൻ. ആ എല്ലിൻ മൂട്ടത്തിന്മേൽ, ആ ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ഉണ്ടായിരുന്ന ഒന്നുമല്ല പ്രശ്നം, അതിനാണ് വാഗ്ദത്തത്തിന്റെ ബലം. ഇന്ന് പകൽ ആത്മാവിൽ പറ, ഇന്നലത്തെ ദൂതിലേക്ക് ക്ലിപ്പ് ചെയ്യുമ്പോൾ ആത്മാവിൽ പറയട്ടെ, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളൊന്നും അബ്രഹാമിന് തിരിച്ചറിയാൻ അന്ന് പറ്റിക്കാണത്തില്ല. in its fuller sense, but now in this generation we know that our God is faithful in his promises. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേരുടെ ആത്മാവിന്റെ കൂടെയുണ്ട്? ഒരു വാക്യം പരിശുദ്ധാത്മാവിന്റെ സ്മൃതി മണ്ഡലത്തിലേക്ക് തരുന്നു. ഞാനത് നിങ്ങളോട് അറിയിക്കാൻ താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധിച്ചാട്ട് ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അതിമനോഹരമായ ഒരു വാക്യം ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, 11 അധ്യായം അതിന്റെ 8 വാക്യം, തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ. എബ്രായ ലേഖനം 11 അധ്യായം 8 വാക്യം. Take your Bible and read, people of God. തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിനെ ദൈവം മാനിക്കാനുള്ള റീസൺ ഈ വാക്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് എവിടെയോ ദൈവത്തെ അറിയാൻ ഒരു കൊതിയുണ്ടായിരുന്നു. ദൈവത്തെ ആമേൻ ആമേൻ അനുഭവിക്കുവാനുള്ള ഒരു ആവേശമുണ്ടായിരുന്നു. അതാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിലെ തന്റെ സെർമൺ ഓൺ മൗണ്ടിനകത്തിൽ പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ. എല്ലാം നിറഞ്ഞ സ്പിരിച്വൽ കൊളസ്ട്രോൾ കയറി ആമേൻ ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. കുടിച്ചിട്ടും കൊതി തീരാത്ത നായ്ക്കളെ പോലെ നക്കി കുടിക്കുന്ന ഒരു തലമുറയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞ് ഷോക്കേസിൽ കയറിയിരുന്ന് കൈയടിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത് പോരായ കർത്താവേ, ഈ സാന്നിധ്യം പോരാ, ഈ അഭിഷേകം പോരാ, ഈ ശുശ്രൂഷയുടെ തലം പോരാ, ഈ പ്രാർത്ഥനാ ജീവിതം പോരാ, ഈ വിശുദ്ധിയുടെ ജീവിതം പോരാ. ഇനിയും എനിക്ക് കുടിക്കണം, ഇനിയും എനിക്ക് പാനം ചെയ്യണം, ഇനിയും എനിക്ക് ഭക്ഷണം ചെയ്യണം, ഇനിയും ആ സാന്നിധ്യത്തിന്റെ വലിപ്പം എന്റെ മേൽ പകരണം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മതലം എനിക്ക് വേണ്ടി തുറക്കണമേ എന്ന് ആത്മാവിൽ മല്ല് പിടിക്കുന്ന തലമുറയോട് ഞാൻ ദൂത് പറയുക. ഊരിന്റെ ആമേൻ അടിമത്തത്തെ, ഊരിന്റെ പാരമ്പര്യത്തിന്റെ വേലിക്കെട്ടുകളെ തകർത്ത് അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവശക്തി നിനക്കും എനിക്കും വേണ്ടി വ്യാപരിക്കുന്ന ദൈവവേദനയെ ഇന്ന് രാത്രി അതിനെ സ്വീകരിച്ചാണ്. അബ്രഹാമിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന റീസൺ, he had a light in his heart. തൽമൂദുകളിൽ ഇങ്ങനെയാ പറയുന്നത്, അബ്രഹാമിന്റെ അപ്പൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഹോൾസെയിൽ ഡീലറാണ്. അബ്രഹാമിന് ദൈവത്തോട് സംസാരിക്കണം, ദൈവം എന്നോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അബ്രഹാം ചെന്ന് അപ്പൻ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളെ, ഇതൊരു കെട്ടുകഥയാണോ എനിക്കറിയില്ല, നിങ്ങൾ എന്നോട് ചോദിക്കരുത് പാസ്റ്റർ ഇത് എങ്ങനെ പറഞ്ഞു. ഞാൻ കേട്ടിട്ടുള്ള കാര്യമാ, ഞാൻ വായിച്ചിട്ടുള്ള കാര്യമാ. ആമേൻ. സ്തോത്രം. എവിഡൻസ് ചോദിച്ചാൽ എന്റെ ഇല്ല. ഐ ആം സോ സോറി. അപ്പോ അപ്പൻ വിഗ്രഹങ്ങളെ വിൽക്കാൻ പോയപ്പോൾ അബ്രഹാം ആമേൻ ഈ വിഗ്രഹങ്ങളോട് സംസാരിക്കാനായി അപ്പന്റെ പണിശാലയിൽ കയറി. നല്ല പൊക്കമുള്ള വിഗ്രഹങ്ങൾ, നീളം കുറഞ്ഞ വിഗ്രഹങ്ങൾ, ആമേൻ പേടിപ്പിക്കുന്ന വിഗ്രഹങ്ങൾ, കണ്ടാൽ അറയ്ക്കുന്ന വിഗ്രഹങ്ങൾ. ഒറ്റ രാത്രിയിൽ നമ്മൾ രാത്രിയാവൽ കണ്ടുപോയാൽ പേടിച്ച് അറച്ച് താഴെ വീഴുന്ന വിഗ്രഹങ്ങൾ, ഇതെല്ലാം അപ്പന്റെ പണിശാലയിലുണ്ട്. ഇത് നോക്കി നിന്നിട്ട് അബ്രഹാം അതിന്റെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിച്ചു. ആരും പ്രതികരിച്ചില്ലവേ ഇല്ല. അബ്രഹാം ആമേൻ കയ്യിൽ ഒരു വടിയെടുത്തിട്ട് മുഴുവൻ വിഗ്രഹങ്ങളെ തച്ചുടച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഐ ഡോണ്ട് നോ. അങ്ങനെ തച്ചുടച്ചിട്ട് മുട്ടുമടക്കി പറഞ്ഞ്, കർത്താവേ ദൈവമേ, ആമേൻ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എന്റെ റൂമിനകത്ത് ഇറങ്ങി വരണം. ആ ദൈവം ഒരു പ്രാവശ്യമല്ല ഇറങ്ങിച്ചെന്നത്. തന്റെ കണ്ട് ഞാൻ എപ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത്, ഈ യൗവനകാലത്തും കർത്താവിനെ ഘോരഘോരം പ്രസംഗിക്കുന്ന പാസ്റ്ററെ പതുക്കെ പറഞ്ഞ പോലെ ഇല്ല, എന്റെ ആവേശം ചോരത്തില്ല. റകന ശബ്ദന ദൈവ സ്നേഹമാണ് പ്രസംഗകന്റെ ആവേശം. റാമ ശബ്ദൽ പ്രൗഢകന. എവിടെയൊക്കെ അബ്രഹാമിന്റെ കണ്ണിൽ നിന്ന് ഒരു മുടി കണ്ണുനീർ
ഒടിഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ദൂതനെ അയക്കാതെ സ്വർഗം തന്നെ ഇറങ്ങി അബ്രഹാമിന്റെ അടുക്കൽ വന്ന് ഉച്ചയ്ക്ക് നട്ടുച്ച വെയിലത്ത് അബ്രഹാമിന്റെ വീട്ടിൽ 3 പേര് കയറി ചെന്നിട്ട് 2 പേരെ ഇറങ്ങിപ്പോയുള്ളൂ. ഒരാൾ എവിടെ പോയി? എന്റെ ന്യായമായ ചോദ്യം അതാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ നിന്നോട് വിളിച്ചു പറയുക, ആമേൻ, ഉള്ളം കലങ്ങുന്ന നേരത്ത് വാഗ്ദത്തവുമായി ദൂതൻ നിന്റെ അരികിൽ വരും. വാഗ്ദത്തമുള്ള നിന്നെ ക്യാൻസറിന് കൊല്ലാൻ പറ്റില്ല. വാഗ്ദത്തമുള്ള നിന്നെ അപകടക്കണിയിൽ പെടുത്തി നിന്നെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി ആത്മാവിൽ നീ വിളിച്ചു പറ, ശത്രു എന്റെ തലയ്ക്ക് വിലയിട്ടതാ, എന്റെ കുടുംബജീവിതത്തിന് വിലയിട്ടതാ, എന്റെ കുഞ്ഞുങ്ങളുടെ ആയുസ്സിന് വിലയിട്ടതാ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നത് ഞാൻ വിധവയാകേണ്ട സ്ഥാനത്ത്, എന്റെ അസ്ഥികൾ ഒടിഞ്ഞു പോകേണ്ട സ്ഥാനത്ത്, കല്ലറക്കകത്ത് പുഴുവന്റെ ശരീരത്തെ അരിച്ച് തിന്നേണ്ട സമയത്ത് ഇന്നു രാത്രിയിൽ ഞാൻ ജീവനുള്ള ദേശത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കാൻ റീസൺ is because of the promise. Hallelujah. Oh Jesus. നിങ്ങൾ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോവുകയാണ്. പൗലോസ് പറയുന്നത് പോലെ കർത്താവ് അങ്ങനെ അവസരങ്ങളെ തരട്ടെ ദൈവമക്കളെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ പാൻഡമിക് കഴിയുമ്പോൾ we are planning to conduct a conference for those who are willing to shine for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി ശോഭിക്കുന്നവർക്ക് വേണ്ടി ഒരു കോൺഫറൻസ് വെക്കാൻ എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹം തരുന്നുണ്ട്. ഏറ്റവും നല്ല ഹോട്ടലോ ഏറ്റവും വലിയ സ്റ്റേഡിയം ഒക്കെ എടുത്ത് നമ്മൾ നടത്തും. നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിൽ നിന്നാണ് ഈ പ്രയർ ലൈനിൽ പങ്കെടുക്കുന്നെങ്കിലും we are free to come. Hallelujah. We have already given you the amen. സ്തോത്രം. Hallelujah. Sponsor letter നിങ്ങൾക്ക് ഇപ്പോഴേ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുക. You can come. Hallelujah. We can enjoy the presence of God together. ഈ ക്ലാസിന്റെ ഒറ്റ ഉദ്ദേശമേയുള്ളൂ, ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മകണ്ണുകളെ തുറക്കണം. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി. എബ്രായ ലേഖനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ എബ്രായർ 11:9 വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. Abraham's fellow heirs of promises. അബ്രഹാം കൂടെ താമസിച്ചവനാ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശമുള്ളത്. ലോത്ത് വാഗ്ദത്തത്തിന്റെ അവൻ കൂട്ടവകാശി അല്ലവേ അല്ല. അവൻ നീരോട്ടമുള്ള സ്ഥലം നോക്കിപ്പോയപ്പോ മക്കളുമാര് ചെതറിപ്പോകാതെ അവന് ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഒരു വലിയ പട്ടണം പണിയാൻ അബ്രഹാമിന്റെ കാശുണ്ട്. 318 അഭ്യാസികൾ വീട്ടിൽ ഒറ്റ സമയത്ത് ആഹാരം കഴിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടെ പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി പറയാം. നമ്മുടെ മാസയോഗത്തിന് കൂടിപ്പോയാൽ 150 പേര് വരും. 55 പേരുള്ള ചർച്ച് നമ്മുടെ മെഗാ ചർച്ച. അങ്ങനെയാണല്ലോ അബ്രഹാമിന്റെ വീട്ടിൽ ട്രിപ്പിൾ മെഗാ ചർച്ച് ഉണ്ടായിരുന്നു. ട്രിപ്പിൾ മെഗാ ചർച്ച്. കാരണം ഒരു മാസയോഗത്തിന് 150 പേര് വരണമെങ്കിൽ നമ്മൾ എത്ര ദിവസം കൊണ്ട്, എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ചർച്ചില് ഇന്നല്ലേ കേറ്ററിംഗ് ആര് വന്നത്, അന്നൊക്കെ നേരത്തെ സാധനങ്ങൾ മേടിക്കും. ഞങ്ങളുടെ ചർച്ചിലെ ആന്റിമാരെന്റെ മമ്മി ഉൾപ്പെടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് എടീ ആ കത്തി കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും തേച്ച് മിനുക്കി അവരവരുടെ കത്തി കൊണ്ടുപോകും. വീട്ടിലെ പിച്ചാത്തി കൊണ്ടുപോയി എല്ലാവരും നേരത്തെ കറി മീൻ കറി വെച്ച് വെക്കും. സ്തോത്രം. വിവിധ കറികൾ ഉണ്ടാക്കും. സ്തോത്രം. എന്നിട്ട് അന്നത്തെ കാലത്ത് മീൻ മേടിക്കുന്ന മീനിന്റെ തലയെല്ലാം കൂടെ കറി വെച്ചിട്ട് കപ്പയും കൂട്ടി കഴിക്കും. അത് കണ്ടിട്ട് അതിന്റെ മണമടിച്ചിട്ടാ നാട്ടുകാരന്ന് കളിയാക്കി പറഞ്ഞത് പെന്തിക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണം. എന്തൊരു ഫെലോഷിപ്പ് ആയിരുന്നു അതില്ലേ. യെസ് ദൈവമക്കളെ, ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. അന്നത്തെ പിതാക്കന്മാർക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു, നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ പോലും അതിനകത്തൊരു ദൈവകൃപയുടെ വ്യാപാരമുണ്ട്. യെസ്. നമ്മൾ ഒരുമിച്ച് ദൈവമക്കൾ ഒരുമിച്ചൊന്ന് കഴിച്ച് സന്തോഷിക്കുമ്പോൾ പോലും അതിനകത്തൊരു ദൈവശക്തിയുണ്ട്. ദൈവവചനം എപ്പോഴും പറയുന്നത് സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. എല്ലായ്പ്പോഴും സന്തോഷിക്കാനാ പറഞ്ഞത്. അത് ഹൃദയത്തിന്റെ അകത്തളത്തുനിന്ന് വരുന്നതാകട്ടോ. എപ്പോഴും ചിരിക്കുന്നല്ല പറഞ്ഞത്. എപ്പോഴും ചിരിക്കുന്നത് ഭ്രാന്തന്മാരാ. അവനെ ഊളംപാറെ കൊണ്ടുപോകണം. ചിരിക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും അട്ടഹസിക്കാനല്ല, സന്തോഷിക്കണം. അത് അകത്തുനിന്ന് വരുന്നതൊന്നാണ്. അത് അകത്തളത്തെ ഫലിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഒരു പട്ടണം പണിയാൻ പണം ഉണ്ടായിരുന്ന അബ്രഹാം തീരുമാനിച്ചു, എനിക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. ഇവിടെ ഒരു പട്ടണം പണിയാനല്ല എന്നെ കർത്താവ് വാഗ്ദത്തത്തിൽ കൊണ്ടുവന്നു. എന്നാൽ ഇന്നു രാത്രി ആത്മാവിൽ തിരിച്ചറിയട്ടെ,
അബ്രഹാം പറഞ്ഞു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം എന്നെ കാത്തിരിക്കുക. ഹല്ലേലൂയ. എന്നെ അത് കാത്തിരിക്കുമ്പോൾ ഇവിടെ മുതൽ മുടക്കി അതിനകത്ത് താമസിച്ച് ആമേൻ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണ് എന്റെ നിത്യമാം വീട്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിലെ ആ കെട്ടിടങ്ങൾ, മഹത്വമേറിയ വാഗ്ദത്തങ്ങൾ ഇപ്പോഴേ ദർശിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ദൈവവചനത്തിനകത്തെ ഏറ്റവും ഉദാത്തമായ ചില വാഗ്ദത്തങ്ങളെ പറയുമ്പോഴത്തേന് ഇന്നത്തെ സമയം തീരും. ഒന്നാമത്തെ വാഗ്ദത്തം, നമുക്ക് കിട്ടിയ പുതിയ നിയമഭക്തന്മാരായ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒന്നാമത്തെ വാഗ്ദത്തമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. പ്ലീസ് റീഡ് ഇറ്റ്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 13 verses 22. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 22-ാം വാക്യം. യെസ്. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവന് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുവാനെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് ദൈവം യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ദൈവമക്കളെ, ഈ വാക്യം ഞാൻ സ്പീഡിൽ വായിക്കുമ്പോ, അവനെ നീക്കിയിട്ട് ദാവീദിന് അവർക്ക് രാജാവായി വാഴിച്ചു. ഒരുത്തനെ നീക്കി ഒരുത്തനെ വാഴിച്ചു. രാത്രി ദൈവത്തിന്റെ സുപ്രീമസി നമ്മൾ മറക്കരുത്. ഒറ്റ രാത്രി കൊണ്ട് രാജാവിനെ ആമേൻ ചെവിക്ക് പിടിച്ചുകൊണ്ടൊന്ന് പുല്ലുരീറ്റിച്ചവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കരങ്ങളിൽ നീർത്തോട് കണക്കിലിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിലെ രാജാക്കന്മാരെ, അവരുടെ കൽപ്പനകളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചേ, ഒരുത്തൻ അവിശ്വസ്തനായി പോയത് കൊണ്ട് തീർന്നു പോകുന്ന ഒരു മേഖലയല്ല ദൈവത്തിന്റെ രാജ്യമെന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് 12 പേരെ ആത്മാവിൽ ഒറ്റ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്തിട്ട് ഒരുത്തൻ ആമേൻ കെട്ടിത്തൂങ്ങി ചത്തെന്നും പറഞ്ഞ് നശിച്ചു പോയതല്ല ഈ കിങ്ഡം, ഈ രാജ്യം. അത് ഉത്തരോത്തരം ശക്തി പ്രാപിച്ച് ലോക രാജ്യങ്ങളിലേക്ക് കത്തിപ്പടർന്ന ദൈവശക്തിയാകിയാൽ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. 2 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുത്തനെ നീക്കി അടുത്തവനെ വാഴിച്ചു. നീക്കിക്കളഞ്ഞവന്റെ പൊക്കവും മണ്ണമൊക്കെ ജനം നോക്കി നിൽക്കുമ്പോൾ ദൈവം അടുത്ത് തെരഞ്ഞെടുത്തവനെ പൊക്കവും മണ്ണം നോക്കിയല്ല എടുത്ത്, അവന്റെ ഹൃദയത്തിനകത്തെ ദൈവവുമായിട്ടുള്ള ബന്ധം നോക്കിയാ എടുത്തത്. അവൻ ഇന്ന് രാത്രി ആത്മാവിൽ നിങ്ങൾ ഇത് തിരിച്ചറിയണം. ദൈവം തെരഞ്ഞെടുക്കുന്നവന്റെ പൊക്കവും മണ്ണവും നോക്കിയല്ല ദൈവം എടുക്കുന്നത്. അവൻ ഇന്ന് ലോകം നീ ആരാന്ന് നോക്കി നിന്നെ തെരഞ്ഞെടുക്കുമ്പോൾ, നിന്നെ ഒരു കാര്യത്തിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ, സ്വർഗം നിന്നെ നാളെ ആരാക്കി തീർക്കാം എന്ന് നോക്കിയാണ് നിന്നെ എടുക്കുന്നത്. നിന്റെ കഴിവുകേടും കൂടെ ശരിക്കും മനസ്സിലാക്കി നമ്മളെ തെരഞ്ഞെടുക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ആമേൻ. ഇതൊരു പ്രസംഗമാണ്. ആമേൻ. ആമേൻ. പത്രോസിന്റെ നീണ്ട ഒരു ആമേൻ സ്തോത്രം പ്രസംഗമാണ് നാം കാണുന്നത്. താങ്ക് യു ജീസസ്. വളരെ ആമേൻ, വളരെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. വളരെ ആമേൻ സവിസ്തരമായി പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഇടയില് സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു വലിയ വാഗ്ദത്തത്തെ പറ്റി പറയുന്നുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഇന്നു രാത്രി. ഹല്ലേലൂയ. Praise the Lord. We praise you, Jesus. We worship you, Lord. ഞാൻ ഇശായുടെ മകനായ ദാവീദിലേക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ ഇങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് കിട്ടിയ എത്ര നല്ലതായിരുന്നില്ലേ? അവന്റെ സന്തതിയിൽ നിന്ന് വാഗ്ദത്തം ചെയ്ത പോലെ, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അപ്പം the number 1 promise in the New Testament is the promise about Jesus Christ. യേശു രക്ഷിതാവൻ സ്വന്തമാകയാൽ ഞാൻ അവൻ സന്താനമാകെ തീർന്നയാൽ. ഹല്ലേലൂയ. ആ രക്ഷാദാനം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുമ്പോൾ തന്നെ ആ യേശുവിനെ എനിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തതായിരുന്നെന്ന്. ആമേൻ. ഇന്ന് രാത്രി പറ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രോമിസസിലെ great and exceedingly amen precious promise is Jesus Christ. യേശു എന്ന വാഗ്ദത്തം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. അവന്റെ അബ്രഹാമിന്റെ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് അവൻ പുറപ്പെട്ടു വരുന്ന ഒരു വാഗ്ദത്തം.
ഹല്ലേലൂയ. യേശു എന്ന രക്ഷിതാവിനെ അവൻ വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിലെ പാപത്തിൽ വീണ് മനുഷ്യൻ നഗ്നനായിട്ട് അവൻ ഹല്ലേലൂയ അവന്റെ മുഖം കുമ്പിട്ട് ദൈവത്തെ എതിരേൽക്കുവാൻ കഴിയാതെ അവൻ തോറ്റ് തുന്നമ്പാടി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവന്റെ അടുത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ട് അവൻ ശാപഗ്രസ്തമായ ഭൂമിയെ നോക്കിയിട്ട് അതിന്റെ അകത്തൊരു വാഗ്ദത്തം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. വളരെ പ്രഷ്യസ് പ്രോമിസ്. സ്ത്രീയുടെ സന്തതി. അങ്ങനെ ഒരു സന്തതിയെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പുരുഷനും സ്ത്രീയും കൂടെ ഒന്നിച്ചു വരാതെ ഇതുവരെ ഒരു ജനനം നടന്നിട്ടില്ല. എന്നാൽ വലിയ യുണീക്കായ ഒരു പ്രോമിസുമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം ആരംഭത്താളുകളിൽ ദൈവത്തിന്റെ ദൂതൻ മറിയയുടെ അടുത്ത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവൻ നിന്റെ മേൽ നിഴലിടും. പുരുഷനെ അറിഞ്ഞില്ലെങ്കിലും നിന്റെ ഉദരത്തിനകത്ത് നിന്നൊരു വേർ പൊട്ടി പുറപ്പെടും. ഹല്ലേലൂയ. വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ യേശു കർത്താവ് നിന്റെ ഉദരത്തിനകത്ത് നിന്ന് കൈതൊടാത്തൊരു കല്ലായ ക്രിസ്തു പുറത്തേക്ക് വരും. ശ്രദ്ധിച്ചാട്ടെ, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിന്റെ നിറവേറലാണ്, നിവർത്തിയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാവധാനത്തിൽ അത് വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ച് 4:5 ഇങ്ങനെ പറയുന്നു, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് അതിന്റെ 4 തൊട്ട് വായിച്ചാൽ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ സ്വപുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. That is why I told you that Genesis 3:15 fulfillment ആണ് നാം ഗലാത്യ ലേഖനം 4:4 കാണുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി ഇവിടെയും എഴുതി വെച്ചിരിക്കുന്ന സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വാഗ്ദത്തം ചെയ്തത് എന്തിനെന്നറിയാമോ? നമുക്ക് പുത്രത്വം തരാൻ വേണ്ടിയായിരുന്നു. അപ്പൊ വാഗ്ദത്തത്തിന്റെ മശിയ, വാഗ്ദത്തത്തിന്റെ കർത്താവ് എനിക്ക് വേണ്ടി ആ ശ്രേഷ്ഠകരമായ വാഗ്ദത്തത്തെ ദൈവം ഒരുക്കിയതിനായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചേ, ദാവീദിന്റെ സന്തതി പരമ്പരയിൽ നിന്നാണ് യേശു കർത്താവ് പുറപ്പെട്ടു വന്നതെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 13:22 പറയുന്നത്. ശ്രദ്ധിച്ചേ, അപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ അനേക കെട്ടുകഥകളുണ്ട്. ഓഗസ്റ്റ് മാസം ഓണത്തിന്റെ സമയമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്തൃമേശയെടുത്ത് കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കുന്നവൻ പോലും ഇലയിട്ട് ഉണ്ണുന്ന ദിവസമാണ്. യേശുവിന്റെ നാമത്തിൽ പിശാചിനെ നിന്റെ വീട്ടിൽ നിന്ന് പടിയിറക്കിക്കോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങൾ അങ്ങനെയുള്ളതിനെ ഒന്നും വിളിച്ച് വീട്ടിൽ കയറ്റരുത്. ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രദ്ധിച്ചതേ മക്കളെ, ഒരു ഊഹാപോഹത്തിന്റെ കഥയാണത്. ആരോ വർഷത്തിലൊരിക്കൽ പാതാളത്തിൽ നിന്ന് കയറി വരുമെന്ന്. പാതാളത്തിൽ നിന്ന് കയറി വരുന്നവരെ അല്ല നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ കാതുകൾ നമ്മൾ കൂർപ്പിപ്പിച്ചിരിക്കുന്നത് ബുദ്ധിയുള്ള 5 കന്യകമാർ കാഹളധ്വനിക്കായി കാത്തിരുന്നത് പോലെ മണവാളന്റെ വരവിനായി കാത്തിരിക്കുന്നവരാ നമ്മള്. എവിടെയോ വർഷത്തിലൊരിക്കൽ ക്ഷേമം അന്വേഷിക്കാൻ വരുന്ന പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവരല്ല. മരണത്തെയും പാതാളത്തെയും തകർത്തുയർത്തെഴുന്നേറ്റ് മരണവാശങ്ങളെ അഴിച്ച സർവശക്തനായ യേശുവിന്റെ വരവ് നോക്കിയിരിക്കുന്ന ദൈവവൈദ്യന്റെ ഭവനത്തിൽ ഒരു അന്ധകാര ശക്തിയും കയറ്റാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു കെട്ടുകഥയല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഡേവിഡ് എന്ന കിങ്, ഡേവിഡിന്റെ മകൻ കിങ് സോളമൻ ദ ഗ്രേറ്റ് ജീവിച്ചിരുന്നതും ഭരിച്ചതും ചരിത്രത്തിന്റെ വ്യവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ പരമ്പരയിൽ ജനിച്ചെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രം ഈ വേദപുസ്തകം മിഥ്യാധാരണയല്ല. എവിടെയോ എങ്ങോ ഒരാളുടെ ബുദ്ധിസീമകളിൽ തോന്നിയ ഒരു കെട്ടുകഥയല്ല. Hallelujah. Amen. Stotram. We praise you, Jesus. Hallelujah. ഇത് വചനം സത്യമാണ്. ഈ വചനം സത്യമാണ്. ഇത് മാറ്റമില്ലാത്തതാണ്. ഇത് ചരിത്ര രേഖയാണ് കേട്ടോ. ആരൊക്കെ അതിനെ തള്ളി പറഞ്ഞാലും ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, ദിസ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്. AD എന്നും BC എന്നും ചരിത്രത്തെ രണ്ടായി മുറിച്ചു കീറിയ ആ കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആധികാരികതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു.
ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മാവിൽ പറയുമ്പോൾ, യേശു എന്ന വാഗ്ദത്തത്തെ നിങ്ങൾ ആരെങ്കിലും പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ആ വാഗ്ദത്തത്തെ പ്രാപിക്കണം. He only shared his divine promises to you. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് എല്ലാം ഊവേ ഊവേ എന്നാണ്. നാം ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്തു എന്ന വാഗ്ദത്തത്തെ നമുക്ക് വേണ്ടി ഒരുക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രമാണ്. അവനിൽ നാം അവകാശം പ്രാപിച്ചെന്ന പൗലോസ് പറയുന്നത്, അവനിൽ നാം അവകാശം പ്രാപിച്ചു. In Christ we receive the inheritance. ഈ ദിവസങ്ങൾ നമ്മളെല്ലാം ധ്യാനിച്ചതാ രണ്ടാമത്തെ ഒരു ഞാൻ ഒത്തിരി വാഗ്ദത്തങ്ങളെ പറ്റി പറഞ്ഞു. എന്നാൽ കാതലായ വാഗ്ദത്തങ്ങളിൽ രണ്ടാമത്തെ വാഗ്ദത്തമാണ് റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുമ്പോൾ തന്നെ ഒരു വാക്യമുണ്ട്. റോമാലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. The book of Romans chapter 1 verses 1. Shall I read it for you? Otherwise this recording will be blank. സ്തോത്രം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾക്കൊരു പദം കാണാം. വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. ഒന്ന്, കർത്താവ് വാഗ്ദത്തത്തിന്റെ നമ്മളോടുള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമായി കർത്താവിനെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ റോമാലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തില് അടുത്ത വാഗ്ദത്തം കിടക്കുന്നു. സുവിശേഷം എന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. സുവിശേഷം എന്ന വാഗ്ദത്തം. മലയാളക്കരയിൽ ജനിച്ച നമുക്കറിയാം, നമ്മളൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. ഒത്തിരി കഥകൾ നമുക്കുണ്ട്, പുസ്തകങ്ങൾ, മഹാകാവ്യങ്ങള്, പദ്യവും ഗദ്യവും ഒക്കെ ഉള്ള ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഒത്തിരി പുസ്തകശാലകളുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം അതിലൊരു ബുക്കല്ല. സുവിശേഷം ഒരു ബുക്കല്ല, ഇതൊരു വാഗ്ദത്തമാണ്. ഇതൊരു ബ്ലാങ്ക് ചെക്കാണ്. ഇത് നമ്മുടെ ശ്വാസമാണ്. ഇത് നമ്മുടെ ജീവനാണ്. സ്തോത്രം. ഇന്ന് രാത്രി ആത്മാവിന് ഞാൻ ഒരു കാര്യം പറയട്ടെ. പല രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം നിന്നുകൊണ്ട് അതിന്റെ ഉരുക്ക് വൃഷ്ടികൾ കൊണ്ട് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കി ഈ സുവിശേഷത്തിന്റെ ശക്തിയെ കൂച്ചുമിനങ്ങിടുവാൻ തടഞ്ഞു നിർത്തുവാൻ ശ്രമിച്ച രാജ്യങ്ങളുടെ വാതിലുകളെ എല്ലാം തട്ടി തുറന്നിട്ട് ബൈബിൾ പ്രതികളുടെ ഗോഡൗണുകളാക്കി അങ്ങനത്തെ രാജ്യങ്ങളെ ദൈവം മാറ്റിയെങ്കിൽ ഈ സുവിശേഷത്തിന്റെ ശക്തിയെ അടച്ചുവെക്കാൻ പറ്റത്തില്ല. ഇത് മാനവരാശിക്കുള്ളൊരു വാഗ്ദത്തമാണ്. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു സുവിശേഷ പ്രസംഗം ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരളക്കരയെ തന്നെ എടുത്ത് പഠിച്ച് മറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു സമയം. ഭർത്താവിന്റെ സ്വന്തം ചിതയിൽ ചാടി ഒറ്റ ദിവസമേ കൂടെ താമസിച്ചിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ ദിവസം ഭർത്താവ് മരിച്ചാൽ ആ ചൂട് ചിതയിലേക്ക് തൃശൂലം കൊണ്ട് കുത്തിയിട്ട് ഭസ്മമാക്കി തീർന്ന നരഭോജികളുടെ നരാധമന്മാരായിരുന്ന സ്തോത്രം പാരമ്പര്യം പറയാനിരുന്ന ഭാരതത്തിലെ സതി എന്ന ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അരാജകത്വം നിറഞ്ഞിരുന്ന സ്ഥലത്ത് ബാലവിവാഹവും സ്തോത്രം എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകളും നിറഞ്ഞു നിന്ന സ്ഥലത്ത് ഇതിനെയെല്ലാം മാറ്റിമറിച്ചത് ഹല്ലേലൂയ വേറെ ഏതെങ്കിലും ഒരു തത്വസംഹിതയല്ല. ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, ആധുനിക ഭാരതം സുവിശേഷത്തിന്റെ സമ്മാനമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റും. സ്തോത്രം. ആധുനിക ഭാരതം സുവിശേഷത്തിന്റെ സമ്മാനമാണ്. ഇന്ന് ഇന്ത്യയും കേരളവും ഒക്കെ അനുഭവിക്കുന്ന എല്ലാ മഹത്വത്തിന്റെയും മാനത്തിന്റെയും പുറയിൽ സുവിശേഷത്തിന്റെ മഹത്വമാണെന്ന് വിശ്വസിച്ച് അഭിമാനിച്ച് ആമേൻ പറയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ഈ സുവിശേഷം വാഗ്ദത്തം മാത്രമല്ല, ഈ സുവിശേഷം വിശ്വസിക്കുന്നവന് ദൈവശക്തിയാണ്. സുവിശേഷം വിശ്വസിക്കുന്നവന് ദൈവശക്തിയാണ്. ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തട്ടി കൊണ്ട് ഒരു തലമുറയ്ക്ക് ശേഷം പകരം വെക്കാൻ വേറെ തലമുറകളില്ല കേട്ടോ. ഒരു ബാബുച്ചെറിയാനും ഭീമോനച്ചനും രാജുമേത്രയ്ക്കും KC ജോണിനും പകരം അടുത്തൊരു തലമുറ ഇതുവരെ കയറി വന്നിട്ടില്ല. ഈ പ്രയർ ലൈനകത്തുള്ള ആരെയൊക്കെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. നിങ്ങളെയൊക്കെ നാവിനെ ഈ സുവിശേഷത്തിന്റെ പടവാളാക്കി രാജ്യങ്ങളെ സീമകളെ വെട്ടിപ്പിടിക്കുവാനായി അന്ധകാരത്തിന്റെ തേർവാഴ്ചകൾക്ക് കൂച്ചുവിലങ്ങിട്ട് പൈശാചിക മേഖലകളിൽ നിന്ന് അനേകരെ തീയിൽ നിന്നും നരകത്തിന്റെ കൊള്ളിയായി മരിക്കേണ്ട അനേകരെ സ്വർഗത്തിനു വേണ്ടി ആദായപ്പെടുത്തുവാനായി സ്വർഗരാജ്യത്തിന്റെ മഹിമ കണ്ട സാക്ഷികളായി ചിലരെ കർത്താവ് വിളിക്കുകയാണ്.
സ്തോത്രം. കുമ്പനാട് സ്റ്റേഡിയം, മുളക്കുഴ സ്റ്റേജിലൊക്കെ നിങ്ങൾ നോക്കിക്കേ, ഒരു പ്രായം കഴിഞ്ഞ് ആമേൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആമേൻ പുതിയ ദൈവമക്കളെ അവൻ ശുശ്രൂഷ മേഖലയിൽ കയറ്റുന്നില്ല, കയറാൻ അവൻ അനുവദിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് രാത്രി അങ്ങനെയുള്ളതെല്ലാം ഉടഞ്ഞു മാറിയിട്ട് ആമേൻ ഫറവോന്മാരെ ആമേൻ മോശമാരെ ഞെക്കിക്കൊല്ലുന്നതിന് പകരമായി തിമോത്തിയോസ്മാരെ വളർത്തിക്കൊണ്ടുവന്ന പൗലോസിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം ദൈവദാസന്മാരിൽ ശുശ്രൂഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് തുടരാം. സുവിശേഷത്തിന്റെ ശക്തിയെ തടയുവാൻ ആർക്കും കഴിയില്ല. അത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. കാറ്റിനെ മുറം കൊണ്ട് തടയുന്നത് പോലെയാണ് സുവിശേഷത്തിന്റെ ശക്തിയെ തടയുന്നത്. അത് യുഗായുഗങ്ങളായി മനുഷ്യരിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വചനത്തെ മാറ്റിമറിക്കുവാൻ, ഈ സുവിശേഷത്തിന്റെ ശക്തിയെ തടയുവാൻ ശ്രമിച്ചവരെ എല്ലാം വൃക്ഷത്തെ വേരോടെ പിഴുതുകളയുന്നത് പോലെ സ്വർഗം പിഴുതു മാറ്റിയിട്ടുണ്ട് കേട്ടോ. ദൈവപ്രവൃത്തിക്ക് എതിരുന്നവൻ എത്ര വമ്പനാണെങ്കിലും അവരെ എല്ലാം സ്വർഗം അടിയറവ് പറയിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് പഴയ നിയമമല്ലെങ്കിലും ആത്മാവിൽ ഞാൻ തിരിച്ചറിവോട് പറയട്ടെ, ദൈവരാജ്യം സ്ഥാപിതമാകാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സുവിശേഷം തെരിക്കോണിൽ പ്രസംഗിക്കുന്നത്? ഒരു മാന്യൻ പറയുന്നത് കേട്ട്, നിങ്ങൾ സുവിശേഷത്തെ വിൽപ്പന ചരക്കാക്കരുത്. നിങ്ങൾ സുവിശേഷത്തെ റോഡിൽ പോയി പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ഡിഗ്നിറ്റി പോകും. ഇത് ലഘുലേഖയായി നിങ്ങൾ കൊടുക്കരുത്. മാന്യ സ്നേഹിത, താങ്കൾ രക്ഷിക്കപ്പെടാൻ കാരണം, അല്ലെങ്കിൽ താങ്കളുടെ പൂർവ്വപിതാക്കന്മാർ രക്ഷിക്കപ്പെടാൻ കാരണം നാണമില്ലാതെ റോഡിൽ കിടന്ന് നായ്ക്കളെ പോലെ അടികൊണ്ട ഒരു തലമുറയല്ലേ ഈ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് കേരളക്കരയിൽ കാരണമായി തീർന്നത്? എന്തുകൊണ്ടാണ് സുവിശേഷത്തിന് വേണ്ടി നാണമില്ലാതെ ഇപ്പോഴും തല്ലികൊള്ളാൻ ഒരു തലമുറ ഇറങ്ങി വന്ന് പബ്ലിക്കിൽ ഈ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് അറിയാമോ? ഇത് ദൈവശക്തിയായി അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ഇത് എവിടെ പറഞ്ഞാലും, ഏത് ചന്തയിൽ വിളിച്ചു പറഞ്ഞാലും ഇതിന്റെ മഹത്വത്തിന് അല്പമേ മാറ്റു കുറയത്തില്ലെന്ന് വിശ്വസിച്ച് ആമേൻ പറയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. അടുത്തൊരു വാഗ്ദത്തം, എന്റെ ടൈം ഫിനിഷായി. ലൂക്കോസിന്റെ സുവിശേഷം 24:49 അമ്മൻ നമുക്കൊരു വാഗ്ദത്തത്തെ കാണാം. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. ഗലാത്യലേഖനം 3-14 വാക്യത്തില് അത് എഴുതിയിട്ടുണ്ട്. ഗലാത്യലേഖനം 3-14 വാക്യം. അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ ജാതികളിലേക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതിയിലേക്ക് വന്ന ചാനൽ കേട്ടോ, വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ്. അയ്യോ, നമ്മുടെ തലമുറകൾക്ക് അവൻ പരിശുദ്ധാത്മാവെന്ന് കേട്ടാൽ ഇച്ചിരിയാണല്ലോ. പക്ഷെ ഇന്ന് രാത്രി കേട്ടോണം കേട്ടോ, ജാതികളായ നിന്റെ മേൽ അബ്രഹാമിന്റെ അനുഗ്രഹത്തെ ഒഴുക്കി തന്നത് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വചനം പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. വചനം പഠിച്ചാൽ നിനക്കൊന്നും നാണക്കേടായി തോന്നില്ല. വചനം പഠിച്ചാൽ നിന്റെ ഡിഗ്നിറ്റി കുറയത്തില്ല. വചനം പഠിച്ചാൽ നിന്റെ ഡിഗ്നിറ്റി കൂടും. വായിക്കുന്ന ഈ ഗലാത്യലേഖനം 3-14 വാക്യം. അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിൽ ജാതികളിലേക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1-4 വാക്യം അതിന്റെ ഒരു കാതലായ കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. നിങ്ങൾ എന്റെ കൂടെ നടന്നു, സത്യമാണ്. നിങ്ങൾ അവൻ വെള്ളം വീഞ്ഞാക്കുന്നതുകൊണ്ട് സത്യമാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നതുകൊണ്ട് സത്യമാണ്. പക്ഷെ നിങ്ങളുടെ അകത്തളത്തിൽ നിങ്ങളുടെ ബിഹേവിയറിന് മാത്രമേ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ നേച്ചറിന് മാറ്റം വന്നിട്ടില്ല. നിങ്ങളുടെ പ്രകൃതിക്ക് മാറ്റം വന്നിട്ടില്ല. നിങ്ങളുടെ അരയിൽ കിടക്കുന്ന വാൾ ഇപ്പൊ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും നിങ്ങൾക്കറിയില്ല. പടയാളിയുടെ ചെവി വെട്ടി മുറിക്കുന്ന അത്ര ഷോർട്ട് ടെമ്പേർഡായിട്ടാ നീ ഇതിനെ കാര്യങ്ങളെ കണ്ടിരിക്കുന്നത്. നിനക്കൊരു മാറ്റം ആവശ്യമാണ്. നിനക്കൊരു മാറ്റം തരണമെങ്കിൽ വേറെ ആർക്കും പറ്റത്തില്ല. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനായി നീ കാത്തിരിക്കണം. ആമേൻ. എങ്കിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനായി നീ കാത്തിരിക്കണം. നിന്നിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാനുണ്ട്. നിന്റെ അകത്തൊരു ശക്തി, നീ ഈ ശക്തിയെ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാനൊരു ദൂതും കൂടെ പറഞ്ഞിട്ട് ഈ മെസ്സേജിനെ അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ആമേൻ. നമ്മുടെ തറവാടിന്റെ മഹത്വം കൊണ്ടോ, നമ്മുടെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടോ, നമ്മുടെ വിശ്വാസത്തിന്റെ മഹിമ കൊണ്ടോ ഭാരതത്തെ പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തേർവാഴ്ച നടത്തുന്ന സംസ്ഥാനങ്ങൾക്കകത്ത് ദൈവമഹത്വത്തെ നിനക്ക് ഇറക്കണമെങ്കിൽ കുറുക്കന്റെ വാലിൽ തീ വെച്ച് കെട്ടുന്ന പോലെയുള്ള മഹത്വത്തിന്റെ ശുശ്രൂഷയുമായി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും അയക്കത്തില്ലെന്ന് ഉണ്ടാവത്തില്ലെന്ന് കൽപ്പിക്കുന്ന കൽപ്പനയുടെ ശൗര്യവുമായി ആത്മമണ്ഡലത്തിൽ ചലിച്ചിറങ്ങുന്ന ഏലിയാവുമായി പട്ടണത്തിൽ രാജ്യങ്ങളിൽ അത് എഴുന്നേൽക്കാൻ എത്ര പേര് പ്രാർത്ഥിക്കുന്നു രാത്രി. ഹല്ലേലൂയ. സ്തോത്രം.
സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് ഒരു തലമുറയെ വെടിവെച്ചെടുക്കുന്ന അത്ര കാര്യമൊന്നുമല്ല. നമ്മുടെ ഡിബേറ്റ് കൊണ്ടത് പറ്റത്തില്ല കേട്ടോ. നമ്മളൊരു 10 പേരുടെ മുന്നിൽ മൈക്ക് വെച്ച് കെട്ടി എന്തെങ്കിലുമൊക്കെ വാഗ്വാദങ്ങൾ നടത്തിയാൽ പറ്റില്ല. അതിന് ഇരുളിലൂടെ സന്ധിയില്ല സമരം നടത്തണം. ആത്മാക്കളെ വിട്ടുതരാൻ, ആത്മാവിൽ ഗർജിക്കാൻ പ്രാർത്ഥനാ മുറിയിൽ നീ പോരാടണം. നിങ്ങൾ ആരാധിക്കുന്ന സഭയിൽ നിങ്ങൾ എത്ര വർഷമായി പോകുന്നു? എത്ര പേര് ഈ വർഷം സ്നാനപ്പെട്ടു? എത്ര പേര് അഭിഷേകം പ്രാപിച്ചു? ഇതൊന്നും സംഭവിച്ചെങ്കിൽ എന്തോ കാര്യമായ ഒരു കുറവ് നിങ്ങളുടെ സഭയ്ക്കകത്ത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പറ, കർത്താവേ, ആ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ സഭയ്ക്കകത്തേക്ക് പകരണമേ, എന്റെ തലമുറയിലേക്ക് പകരണമേ. ഓ മൈ ഗാഡ്, നമ്മുടെ വാക്ചാതുര്യമോ നമ്മുടെ പാണ്ഡിത്യമോ ഒന്നും സ്തോത്രം ഇതിനൊന്നും പറ്റില്ല കേട്ടോ. ഇതിനെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഫിലിപ്പി ലേഖനം 3-20 വാക്യത്തിൽ അടുത്തൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപരാക്കും. സ്തോത്രം. 3-4 ദിവസം കഴിയുമ്പോൾ ഇത് മണ്ണോട് മണ്ണ് അളിഞ്ഞു ചേരും. സ്തോത്രം. ഭയപ്പെടരുത് കേട്ടോ, ഭയപ്പെടരുത്. എന്തുകൊണ്ടാ ഒരു ഭക്തന് മരണത്തെ ഭയമില്ലാത്തത്? അവൻ ഉറപ്പുണ്ട്. കൊരിന്ത്യർ ലേഖനം 15:52 പറഞ്ഞു, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും. സ്തോത്രം. 70, 80, 90, 100 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നിത്യതയിൽ കർത്താവിനെ, ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച കർത്താവെ, എനിക്ക് എന്റെ അപ്പാടെ കൂടെ നിത്യതയിൽ വാഴുമ്പോ എനിക്ക് അപ്പനെ കൂടുതൽ അറിയാൻ പറ്റും. ഓ മൈ ഗാഡ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിന്റെ കൂടെ നടക്കാം. അപ്പാ, നിങ്ങൾ എന്നും പറയണം, കർത്താവില്ല, നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങും പോകത്തില്ല, നിന്റെ കരങ്ങളിൽ തന്നെ ഞാൻ പിടിച്ചു. കാരണം വേറെ പരിപാടിയൊന്നും ഇല്ല അവിടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആരാധിക്കുക. പത്രോസ് 5 മിനിറ്റ് നോക്കിയപ്പോ കടലിന്റെ മീതെ നടക്കാൻ പറ്റിയെങ്കിൽ യുഗായുഗങ്ങൾ എന്റെ അപ്പാടെ മുഖത്തോട്ട് നോക്കി അവനെ ആരാധിക്കുമ്പോൾ, അവിടുത്തെ മഹത്വത്തെ നേരിട്ട് പ്രാപിക്കുമ്പോൾ എന്തുമായിരിക്കും അതില്ലേ? നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചശക്തി ഒരുപക്ഷെ കാണത്തില്ല. കാല് മുഖന്തനായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ അങ്ങേ അവയവങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകില്ല. എന്നാൽ ഞാൻ ആത്മാവിന്റെ ദൂത് പറയട്ടെ, കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവർ അക്ഷരായി ഉയർക്കുമ്പോൾ, നിങ്ങളൊരു മുടന്തനായിട്ടല്ല എഴുന്നേൽക്കുന്നത്, നിങ്ങൾ കണ്ണു കാണാത്തവനായിട്ടല്ല എഴുന്നേൽക്കുന്നത്, തേജോ രൂപികളായി. ഒരു പാട്ടാണ് കർത്താവിന്റെ മനസ്സിൽ തരുന്നത്. വീട്ടിലെത്തുവോളം പൊന്മുഖത്തെ നോക്കിയിടാം, യേശു നല്ലവൻ. ശ്രദ്ധിച്ചാണ്, ഞാൻ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു വാക്യം അയച്ചു തരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഒരു വാക്യം അയച്ചു തരുന്നുണ്ട്. പല വർഷങ്ങളായിട്ട് എനിക്ക് കിട്ടുന്ന വാക്യമാണ്. ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു, ഇതെവിടുന്നാണ് ഈ വാക്യം വരുന്നത്? ഒരു ഗൾഫിലെ സഹോദരൻ അയച്ചിരുന്നത്, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. 2 വർഷമായിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ട്. എന്നാൽ 6 മാസത്തിന് മുമ്പേ അത് അയച്ചു തരുന്ന ആളിനെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ശ്രമം നടത്തി. കർത്താവിന്റെ അളവറ്റ കൃപയാൽ അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് കിട്ടി. ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോൾ സജു എന്ന ഒരു യൗവനക്കാരനാണ്. ചെങ്ങന്നൂരിനടുത്ത് മാമാർ എന്ന സ്ഥലത്ത്, പരിമല എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു പാസ്റ്ററിന്റെ മകനായി ജയിച്ച സജു മാത്യു. എനിക്ക് നമ്പർ കിട്ടി. ഞാൻ വിളിച്ചു, പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മെഫീബോശത്തിന്റെ ദൂതാ വരുന്നത്. മെഫീബോശത്ത്. ഞാൻ പറഞ്ഞു, മെഫീബോശത്തിന്റെ ദൂതാ മക്കളെ വരുന്നത്. യൗവനക്കാരനെ മനസ്സിലായി. 23-24 ഇയേഴ്സ് ഹാർഡ്ലി. സ്തോത്രം. അവൻ പറഞ്ഞു, പാസ്റ്ററുകളെ, എനിക്ക് വീഡിയോയിൽ കാണണം പാസ്റ്ററുകളെ. ഞാൻ വീഡിയോയിൽ കോൾ ചെയ്തു. അവൻ കണ്ണുനീരോടുകൂടെ എന്റെ പ്രാർത്ഥനയെല്ലാം കേട്ടിട്ട്, പാസ്റ്ററുകൾ എന്നെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ലടാ മോനെ, നിന്റെ നമ്പർ ഇന്നാളാണ് തന്നത്. പാസ്റ്ററുകളെ, ഞാൻ ആരെയും കാണിക്കാത്ത ഒരു കാഴ്ച കാണിക്കാം. ഈ വാക്യം അയച്ചു തരുന്ന മോനെ അവന്റെ ക്യാമറ താഴേക്ക് ചലിപ്പിച്ചപ്പോൾ അവൻ ഇരിക്കുന്നത് ഒരു വീൽ ചെയറിലാണ്. അവന്റെ കൈ കൊണ്ട് ഉരുട്ടുന്ന വീൽ ചെയറിൽ. പോളിയോ ബാധിച്ചവനാ, കാല് താഴോട്ട് തളർന്നവനാ. ഇപ്പോൾ മിക്കവാറും ദിവസങ്ങൾ അവന്റെ മെന്ററാണ് ഞാൻ. ഐ യൂസ് ടു പ്രേ ഫോർ ഹിം. അവന്റെ ഉള്ളം കലങ്ങുമ്പോഴെല്ലാം എന്നെ വിളിക്കും, പാസ്റ്ററുകളെ, എന്റെ ഭാവി എന്തായിത്തീരും? ഞാൻ പറഞ്ഞു, മെഫീബോശത്തിനെ ലോബേദാറിൽ നിന്ന് ഉയർത്തിയവനാ. നമ്മുടെ മക്കളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവരെല്ലാം സുഖലോലുപത, എന്റെ മക്കൾ ഉൾപ്പെടെ അവരാരും കഷ്ടത അറിയാതെ അല്ലേ വളർന്നു വരുന്നത്. എന്നാൽ സജു പറയും, പാസ്റ്ററെ, എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ വീൽ ചെയർ വിട്ട് എനിക്കും എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ ആത്മാവിൽ പറയട്ടെ, അതിനും ഉപഭുക്തമാക്കുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം. ഞാൻ ആത്മാവിൽ കാണുന്നു, സജു ഈ ലോകത്തിൽ കാലൂന്നി നടന്നില്ലെങ്കിലും സ്വർഗത്തിൽ അവന്റെ സ്വന്തം കാലുകൾ ഊന്നി അവൻ നടക്കും. എനിക്കിന്ന് 2 പിക്ചറുകൾ ഇന്ന് രാവിലെ 2 പിക്ചർ UP
ഭൂമിയിലെ ഒരു യൗവനക്കാരൻ, സുന്ദരൻ, സിനിമാ നടനെ പോലെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കാലുകൾ ആംപ്യൂട്ട് ചെയ്തിട്ട് മുറിച്ചിട്ടിരിക്കുന്ന 2 പീസുകൾ. ഓ മൈ ഗാഡ്, ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കിട്ടിയപ്പോ തന്നെ വിജയെ പോലും കാണിച്ചില്ല. ക്യാൻസർ കാലിൽ വന്നിട്ട് അവൻ എന്റെ ഒരു ക്യാമ്പിന് അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവനാണ്. ഹല്ലേലൂയ. അവന്റെ കാൽ ഇന്ന് പകൽ മുറിച്ചു കളഞ്ഞ സങ്കടകരമായ വാർത്ത മാസങ്ങൾക്ക് ശേഷം ഞാൻ കേൾക്കുകയാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, അവന്റെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്ന്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് സകല കഷ്ടതയും ഉണ്ടാകും. സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിവില്ലേ? ഉണ്ട്. എന്നാൽ ദൈവത്തിന് ഒരു പരമാധികാരികമുണ്ട്. എന്നാൽ അതിനപ്പുറമായ ഒരു പ്രത്യാശ നമുക്കുണ്ട്. ആ യൗവനക്കാരന്റെ കാൽപാദങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ക്യാൻസർ വന്ന് മുറിച്ചു മാറ്റിയെങ്കിലും സ്വർഗ സീമകളിൽ അവൻ തേജസ്കരിക്കപ്പെടുമ്പോൾ അവൻ മുടന്തനായല്ല എഴുന്നേറ്റ് വരുന്നത്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ അവൻ അംഗഹീനനായിട്ടല്ല എഴുന്നേറ്റ് വരുന്നത്. ലാസറിനെ ശ്രദ്ധിച്ച്, അവൻ പടിവാതിക്കൽ പട്ടിണക്കി കിടന്നു. പക്ഷെ അവൻ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, അവന്റെ കയ്യിലെ വിരലുകൊണ്ട് ഒരു തുള്ളി വെള്ളം കൊണ്ടുവരാന് ഈ ധനവാൻ ആവശ്യപ്പെടണമെങ്കിൽ അന്ന് അവൻ പട്ടുമത്തെ കിടക്കുമ്പോൾ വലിയ പളുങ്കു പാത്രത്തിലും വില കൂടിയ പാത്രത്തിലെ അവൻ കുടിച്ചിട്ടുള്ളൂ. ആ പാത്രത്തെക്കാൾ ശ്രേഷ്ഠകരമായില്ലേ ഈ കിടക്കുന്ന പട്ടിണക്കി കിടന്നവന്റെ കൈവിരലുകൾ. അവൻ ഞാൻ എന്റെ ഒരു വിരലിൽ, നിങ്ങളുടെ പാസ്റ്ററല്ലേ, നിങ്ങൾക്ക് കത്രമേശ തരുമ്പോൾ ഒരു വിരലിൽ മുക്കി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ കുടിക്കുമോ? ഞാൻ വിരൽ കൊണ്ട് തൊട്ട ഒരു വെള്ളം നിങ്ങൾ ആരെങ്കിലും കുടിക്കുമോ? നിങ്ങൾ കുടിക്കില്ല, ഞാനും കുടിക്കില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ വിരൽ തുമ്പിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ലാസർ ഇരിക്കുന്ന തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഊഹിച്ചു നോക്കിക്കേ. മരിച്ചവർ മൺമയരായി ഉയർക്കമൻ വിൺമയരായി ഉയർക്കും കേട്ടോ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒരു വാഗ്ദത്തമുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ഒരു രാജ്യം. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, നമ്മളൊരു രാജ്യത്തിലാണ് ഇരിക്കുന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് 12 മണിയാകുമ്പോൾ നമ്മുടെ ഭാരതം 74-ാം സ്വാതന്ത്ര്യ വർഷം ആഘോഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. Thank you Jesus. സ്തോത്രം. ആമേൻ. Praise God. ഹല്ലേലൂയ. ആമേൻ. ഈ ഭാരതത്തിൽ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മുടെ ത്രിവർണ്ണ പതാക ഡൽഹിയിൽ ആടിപ്പറക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വാതന്ത്ര്യം എന്താണ്? സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ഇതുവരെ അതിന്റെ ഫുള്ളർ സെൻസിൽ അറിഞ്ഞിട്ടില്ല. ആമേൻ. സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ ആത്മാവിൽ തിരിച്ചറിയുന്നത് കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ വാക്യമുള്ളത്. സ്തോത്രം. ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഭാരതത്തെ നോക്കിക്കോ, എത്ര 74 വർഷമായി ഒരു രാത്രിയുടെ യാമത്തിൽ ഭാരതത്തെ വിട്ടിട്ട് ഇവിടെ ട്രെയിനിന് വന്ന് ഇവിടുത്തെ വീട്ടിലെ ഭരണക്കാരനായ ഹല്ലേലൂയ ഒരു രാജ്യത്തിന്റെ ആധിപത്യം ഇന്ത്യയെ വിട്ടു പോയിട്ടും പലരും ഇപ്പോഴും ഇന്ത്യയെ വിട്ടു പോയിട്ടില്ല. നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണോ ദൈവമക്കളെ? പാപത്തിന്റെ അടിമത്തം, ശാപത്തിന്റെ അടിമത്തം, രോഗത്തിന്റെ അടിമത്തം, മരണ ഭയത്തിന്റെ അടിമത്തം എല്ലാം ഈ ഭാരതത്തിൽ, നമ്മുടെ രാജ്യങ്ങളിൽ ഇന്നും കൊടികുത്തി വാഴുകയല്ലേ? നമ്മളെ ഇതെല്ലാം അമ്മാനമാടിക്കൊണ്ടിരിക്കുകയല്ലേ? ഏത് പാർട്ടിക്കാരും ഭരിച്ചാലും രക്ഷയില്ല. ഓരോ 5 വർഷം കഴിയുമ്പോൾ മാറി മാറി വരുന്ന പാർട്ടികൾ ഭാരതത്തിന്റെ മുഖത്തെ വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന പ്രാർത്ഥിക്കാം. നിന്റെ രാജ്യം, ആ വാഗ്ദത്തത്തിന്റെ രാജ്യത്തിലെ രാജാക്കന്മാരോടാണ് ഇന്ന് രാത്രി ശുശ്രൂഷിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. 25 രാജാക്കന്മാര്. ഏത് പാർട്ടി ഭരിച്ചാലും രക്ഷയില്ല കേട്ടോ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. സ്വർഗമേ, നിന്റെ രാജ്യത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. എന്ത് തെറ്റും ചെയ്താലും, ആരെയും അരിങ്കൊല ചെയ്താലും, കയ്യിൽ പണമുണ്ടെങ്കിൽ ഏത് കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോകാവുന്ന ഒരു രാജ്യത്തിന്റെ അവകാശത്തിനായിട്ടല്ല നമ്മൾ കാത്തിരിക്കുന്നത്. നീതി കൊടികുത്തി വാഴുന്ന ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്തു. സമാധാനത്തിന്റെ സ്തോത്രം രാജ്യത്തിനായി കാത്തിരിക്കുന്ന ദൈവമക്കൾ. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആത്മാവിൽ ഈ മെസ്സേജ് അവസാനിപ്പിക്കാം. വാഗ്ദത്തം, നിത്യജീവൻ എന്ന വാഗ്ദത്തത്തിന്റെ പ്രത്യാശ. ആമേൻ. നിത്യജീവൻ എന്ന വാഗ്ദത്തം, അതും നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക. തീത്തോസ് 1:2 ഞാൻ പറഞ്ഞത്. ഈ വാഗ്ദത്തത്തെ എങ്ങനെ പ്രാപിക്കാം? ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അധിക സമയം ഞാൻ എടുക്കില്ല. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യം. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിന്റെയും സകല കന്മഷങ്ങളെയും പോക്കി നമ്മളെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം.
വിശുദ്ധിയെ തികയ്ക്കണം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പാടി ആരാധിക്കുന്ന ഒരു പാട്ടുണ്ട്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. ആമേൻ. കാന്തൻ വരുവതിന് താമസം ഏറെയില്ല. ആ ഭക്തൻ ആ പാട്ടെഴുതിയപ്പോൾ അതിന്റെ ഒന്നാമത്തെ വരി ഈ 2 കൊരിന്ത്യർ 7:1 നിന്നാണ് എഴുതിയത്. ബാക്കി അദ്ദേഹം പരിശുദ്ധാത്മാവിൽ എഴുതിയതാണ്. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിനെ പറയട്ടെ, വിശുദ്ധിയെ നമുക്ക് ഒരുമിച്ച് തികയ്ക്കാം. ആമേൻ. ഈ വചനത്തിനകത്ത് ഒത്തിരി വാക്യങ്ങള് ആമേൻ വിശുദ്ധിയെ പറ്റി പറയുന്നുണ്ട്. നിങ്ങളുടെ വസ്ത്രം വിശുദ്ധമാകണം, നിങ്ങളുടെ ശരീരം വിശുദ്ധമാക്കണം, നിങ്ങളുടെ കാതുകൾ, കണ്ണുകൾ, നിങ്ങളുടെ നാവ് വിശുദ്ധമാകണം. ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം സമാഹരിച്ചുകൊണ്ട് ഒറ്റ അടിക്ക് പറയുന്ന ഒരു വാക്യമാണ് 2 കൊരിന്ത്യർ 7:1. വിശുദ്ധിയെ തികച്ചു കൊള്ളുക. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ദേഹി, നിങ്ങളുടെ ആത്മാവ് മുഴുവനായി വിശുദ്ധിയോടെ ഒരുങ്ങി നിൽക്കാം. കാരണം ദൈവത്തിന്റെ വചനം പറയും നമ്മുടെ ശരീരം കർത്താവിന്റെ മന്ദിരമാണ്. ഒരു വാണിംഗ് ദൂതുകളെ പറഞ്ഞ് നിങ്ങളെ ഈ മെസ്സേജ് അവസാനിപ്പിക്കാം. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. അപ്പ നീ പുതിയ നിയമത്തിന്റെ ദൈവമല്ലേ? ആണ്. പക്ഷെ എന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. ആമേൻ. കള്ളു കുടിക്കുന്നവർ, സിഗരറ്റ് വലിക്കുന്നവർ, പാപം ചെയ്ത് ആമേൻ ദേഹത്തെ നശിപ്പിക്കുന്നവരുടെ ആത്മാവില് നമുക്ക് പറയാനുള്ളൊരു ദൂതിതേ ഉള്ളൂ. ആമേൻ. എന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളിൽ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. ഇത്ര വിലയേറിയ വാഗ്ദത്തങ്ങളെ സ്വർഗം നമുക്ക് തന്നു. അങ്ങനെ നമുക്ക് അതിനെ സ്വായത്തമാക്കാം. 1, ആമേൻ, വിശുദ്ധിയെ തികയ്ക്കാം. 2, ആമേൻ, അനുസരണത്തോടെ വാഗ്ദത്തങ്ങളെ നമുക്ക് പ്രാപിക്കാം. കാത്തിരിക്കാം. കർത്താവിന്റെ വരവേറ്റമെടുത്തിരിക്കുകയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെയും നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർക്കുക. കർത്താവിന്റെ വരവിനായി ഒരുക്കുക. കർത്താവിന്റെ വചനം നമ്മളെ ഇങ്ങനെ ആ വാക്യം ഒന്നും കൂടെ നാം ഒന്ന് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. അതോ ജാതികൾ സുവിശേഷത്താൽ യേശു ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളി ആകണം എന്നുള്ളത് തന്നെ. ആമേൻ. ആ മർമ്മത്തിന് പൗലോസ് പറയുന്ന ഒരു പേര് കേട്ടോ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. ഈ ഒരു വെളിപ്പാടിന്റെ നക്ഷല് അതാണ് സുവിശേഷം. ഈ വാഗ്ദത്തമെല്ലാം നമ്മളിലേക്ക് പകരപ്പെട്ടത് ഈ വാഗ്ദത്തത്തിന്റെ സുവിശേഷ പ്രകാരമാണ്. അവൻ നമുക്ക് ഒരുമിച്ച് അവൻ കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ആശീർവദിക്കും.